നിങ്ങളുടെ വീട്ടുപറമ്പിൽ കിളയ്ക്കുമ്പോൾ പെട്ടെന്ന് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒരു പുരാതന നിധി കിട്ടിയാലോ? നിങ്ങളതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പക്ഷേ ആ നിധി പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് മാറ്റാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അതൊരു വല്ലാത്ത അവസ്ഥയാണ് ശരിക്കും. അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. എന്നാൽ അതിനെ എങ്ങനെ അവിടെ തന്നെ നിർത്തി സംരക്ഷിക്കുമെന്നോർത്ത് നമ്മൾ ശരിക്കും കുഴങ്ങിപ്പോവും. അതെ അതെ, ഇതൊരു വെറും സങ്കല്പമല്ല കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ തലക്കാട് പഞ്ചായത്തിലെ തെക്കൻ കുറ്റൂരിൽ ശരിക്കും ഇതുപോലൊരു സംഭവമുണ്ട്. അതാണ് ശ്രീ പുതിയടത്ത് ശിവക്ഷേത്രം. അപ്പോ നമ്മൾ ഇന്ന് ഈ വിവരങ്ങളിലൂടെ പരിശോധിക്കുന്നത് ഈ പ്രദേശത്തെ ഒരു പുരാതന വാസ്തുവിദ്യാ വിസ്മയത്തെക്കുറിച്ചാണ്. നിർഭാഗ്യവശാൽ അതിന്ന് വലിയ ജീർണാവസ്ഥയിലാണുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെറുമൊരു കെട്ടിടമല്ല. അതായത് ഇതൊരു ഒറ്റക്കൽ ക്ഷേത്രമാണ്. ഒറ്റക്കൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ പാറയിൽ നിന്ന് മുഴുവനായും കൊത്തിയെടുത്തതാണോ? അത്രയും സൂക്ഷ്മതയോടെ യാതൊരു ആധുനിക യന്ത്രങ്ങളും ഇല്ലാത്ത കാലത്താണ് അവരിത് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇതൊരു പടിഞ്ഞാറ് ദർശനമുള്ള ശിവക്ഷേത്രമാണ്. അതെന്താ അതിലെത്ര പ്രത്യേകത? ഭൂരിഭാഗം ക്ഷേത്രങ്ങളും കിഴക്കോട്ടല്ലേ ദർശനം വരിക? അതാണ് ഇതിന്റെ അപൂർവത. സാധാരണയായി ക്ഷേത്രങ്ങളുടെ ദർശനം ഉദിച്ചുവരുന്ന സൂര്യനെ അഭിമുഖീകരിച്ച് കിഴക്കോട്ടാണ് വരിക. ഈ പടിഞ്ഞാറ് ദർശനം വളരെ അപൂർവമാണ്. ഓ, അങ്ങനെയുണ്ടോ? ഉവ്വ്. അത് സാധാരണയായി അതിയായ രൗദ്രഭാവമുള്ള പ്രതിഷ്ഠകൾക്കോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേക വാസ്തുവിദ്യ കണക്കുകൂട്ടലുകൾക്കോ ആണ് അങ്ങനെ നൽകുക. ഈ സവിശേഷതകളൊക്കെ കൊണ്ടാണ് ഇതൊരു വലിയ വിസ്മയമാകുന്നത്. മനസ്സിലായി. ഇത്രയും ഗംഭീരമായൊരു നിർമ്മിതി തകർന്നു വീഴാറായിട്ടും അവിടെ ദിവസവും 2 നേരം ഇപ്പോഴും മുടങ്ങാതെ പൂജ നടക്കുന്നുണ്ട് എന്ന് ഈ കുറിപ്പുകളിൽ കാണാം. എനിക്കത് വലിയ അത്ഭുതമായി തോന്നി. എന്തുകൊണ്ടാണ് ആളുകൾ ആ അപകടം പിടിച്ച സ്ഥലത്തേക്ക് ഇപ്പോഴും പോകുന്നത്? അവിടെയാണ് നമ്മൾ പരിശോധിക്കുന്ന ഈ വിവരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കിടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അഥവാ ജീർണോദ്ധാരണമാണ് ഇനി അങ്ങോട്ട് അവർ ലക്ഷ്യം വെക്കുന്നത്. അതെ, അവിടെ അവരൊരു പഴഞ്ചൊല്ല് പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ഒരു ക്ഷേത്രം നന്നായാൽ നാടും നന്നാവുമെന്ന്. ഞാനിത് വായിച്ചപ്പോൾ ആദ്യം വിചാരിച്ചത് ആ നാട്ടിലെ സ്ഥലവില കൂടുമെന്നൊക്കെ ആകുമെന്നാണ്. അത് ശരിയാണ്, നല്ലൊരു നിരീക്ഷണമാണ്. പക്ഷെ കാര്യം അതല്ല. പണ്ടുകാലത്ത് ഒരു ക്ഷേത്രം പുതുക്കി പണിയുക അല്ലെങ്കിൽ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതെങ്ങനെയാണ്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അതായത് ഈ ഒറ്റക്കൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണമെന്ന് പറയുമ്പോൾ ഒരുപാട് പണം മാത്രമല്ല വേണ്ടത്. പലതരത്തിലുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കണം. കേടുപാടുകൾ തീർക്കാൻ പഴയ വാസ്തുവിദ്യ അറിയാവുന്ന ശില്പികൾ വേണം. ശരിയാണ്. പിന്നെ നാട്ടുകാർ വേണം. അവരെല്ലാവരും കൂടി നാടിന്റെ നന്മ എന്ന ഒരു വലിയ ലക്ഷ്യത്തിനായി ഒന്നിക്കുകയാണിവിടെ. എന്നുവെച്ചാൽ കെട്ടിടം നന്നാക്കുന്നതിനൊപ്പം അവിടെയുള്ള മനുഷ്യരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു, അല്ലേ? ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ള വലിയ കൂട്ടായ്മകൾ ആ നാടിന്റെ തന്നെ സ്വഭാവം മാറ്റും. ശരിയാണ്. ആളുകൾ പരസ്പരം സംസാരിക്കുന്നു. ഒരു പുതിയ തലമുറ സ്വന്തം ചരിത്രം നേരിട്ട് കണ്ടുപഠിക്കുന്നു. അതെ. മാത്രമല്ല, സാധാരണ കെട്ടിടം സിമന്റ് തേക്കുന്നത് പോലെ ഒരൊറ്റക്കൽ ക്ഷേത്രം നന്നാക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ആ പഴയ വാസ്തുവിദ്യയുടെ രഹസ്യങ്ങൾ വീണ്ടും കണ്ടെത്തുക കൂടിയാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ ശരിക്കും സംഭവിക്കുന്നത്. അതൊരു ഗംഭീര കാഴ്ചപ്പാടാണ്. നമ്മൾ എപ്പോഴും താജ്മഹൽ പോലെയോ അല്ലെങ്കിൽ വലിയ കോട്ടകൾ പോലെയോ ഉള്ള പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനെപ്പറ്റിയാണ് എപ്പോഴും വാചാലരാകുക. സത്യം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഇത്തരം അപൂർവ നിർമ്മിതികൾ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. അതെ, ഇതൊക്കെ വരും തലമുറയ്ക്കു കൂടി അവകാശപ്പെട്ടതാണ്. അത് ശ്രദ്ധിക്കാതെ വിട്ട് പൂർണ്ണമായും മണ്ണടിയാൻ നമ്മൾ അനുവദിച്ചുകൂടാ. എല്ലാവരും ഈ പുനരുദ്ധാരണത്തിൽ പങ്കുചേരണം എന്നാണ് ഈ കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കും മുൻപ് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേരുന്ന നിർമ്മാണ വിസ്മയമായ മലപ്പുറത്തെ ഈ ഒറ്റക്കൽ ക്ഷേത്രം പോലെ നിങ്ങളുടെ സ്വന്തം നാട്ടിലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഏതെല്ലാം ചരിത്രവിസ്മയങ്ങളുണ്ടാകും? അവ എന്നേക്കുമായി ഇല്ലാതാകുന്നതിനു മുൻപ് നമ്മളത് തിരിച്ചറിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.